ഒരുപാട് വേദനകൾ അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലേ? മൈഗ്രെയിൻ കൊണ്ടും നടുവേദന, അതുപോലെ തന്നെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും വേദന കൊണ്ട് ഒന്ന് കിടന്നുറങ്ങാൻ പറ്റാത്തവർ, എഴുന്നേറ്റൊന്ന് നടക്കാൻ പറ്റാത്തവർ, അങ്ങനെ തുടങ്ങി ഒരുപാട് വേദനകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് മരുന്നായി ഒരു സൂറത്ത് ഞാനെന്ന് പറഞ്ഞു തരട്ടെ. ഈ സൂറത്തിന് 5 വമ്പൻ മഹത്വങ്ങൾ ഇമാമിങ്ങൾ എണ്ണിയിട്ടുണ്ട്. അതിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്, പല വേദനകൾക്കും, അതിശക്തമായ വേദനകൾക്ക് പോലും ഈ സൂറത്തൊരു മരുന്നാണെന്നുള്ളത്. അപ്പോൾ ഏതാണ് ആ സൂറത്ത് എന്ന് പഠിക്കണം, എങ്ങനെയാണ് ചൊല്ലേണ്ടത് അല്ലെങ്കിൽ ഓതേണ്ടതെന്ന് പഠിക്കണം. അതുപോലെ തന്നെ 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്, മുഴുവനായി കാണുക, ഉത്തരം കമന്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിയൊക്കെ ഒന്ന് വിടരട്ടെ, ഒന്ന് ഹാപ്പി ആയിക്കും എല്ലാവരും. പ്രത്യേകിച്ച് മനോഹരമായ സ്വബാഹുൽ ഖൈറിന്റെ സദസ്സിലാണ് നമ്മൾ ഉള്ളത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മനസ്സറിഞ്ഞ് അള്ളാഹനെ തൃപ്തിപ്പെട്ടുകൊണ്ട് ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിന്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ചോനെ ഞങ്ങളുടെ സങ്കടങ്ങളൊക്കെ നീ അകറ്റണേ അല്ലാ. മൈഗ്രെയിൻ കൊണ്ട് ഒന്ന് തലപൊക്കി നടക്കാൻ പറ്റാത്ത എത്രയോ മനുഷ്യന്മാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അല്ലേ? കിടക്കാൻ പറ്റുമോ? കിടന്നാൽ വേദന മാറൂല. ഒന്ന് നടക്കാൻ പറ്റുമോ? ഇരിക്കാൻ പറ്റുമോ? അങ്ങനെ തലവേദന കൊണ്ട് ഒരുപാട് നട്ടം തിരിയുന്ന ആളുകൾ, നടുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഇല്ലേ? പല സഹോദരിമാരും പ്രസവത്തിന് ശേഷം നടുവേദന വന്നിട്ട് പെട്ടെന്ന് മാറാതെ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. അതുപോലെ മറ്റു പല രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അവർക്കൊക്കെ അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. ആ ശിഫായിനെ സഹായിക്കുന്ന മെഡിസിൻസ് ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഒരു സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെ. ഈ സൂറത്തൊന്ന് പതിവാക്കി നോക്കൂ. ആ വേദനകളൊക്കെ ഇൻഷാ അള്ളാഹ് അലിഞ്ഞില്ലാതാകുന്നത് കാണാമെന്ന് അള്ളാഹുവിന്റെ മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ഒരുപാട് സഹോദരിമാർ പ്രസവാനന്തരം ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ചിലപ്പോൾ ഡെലിവറിക്ക് മുമ്പ് കുഞ്ഞിന് വെയിറ്റ് കൂടിയത് കൊണ്ട് നടുവേദന ഉണ്ടായ ആളുകളാകാം. വെയിറ്റ് കൂടുന്നൊരു വിഷയം പറയുമ്പോൾ ഇന്ന് നമ്മൾ കഴിക്കുന്ന ഫുഡ്സൊക്കെ അങ്ങനെയാണ് അല്ലേ? നമ്മൾ ഗർഭിണിയായിരിക്കുമ്പോൾ കഴിക്കുന്നതും ജങ്ക് ഫുഡാണ്. അതുപോലെ തന്നെ കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷവും കഴിക്കുന്നത് ജങ്ക് ഫുഡാണ്. ഇനി ചിലർ പറയും പച്ചക്കറി കഴിക്കൂ, ഫ്രൂട്ട്സ് കഴിക്കൂ, പച്ചക്കറിയും ഫ്രൂട്ട്സും ആണ് ഏറ്റവും നല്ലത് എന്നൊക്കെ പലരും പറയും. പക്ഷേ അതിലും മായമാണ്, എല്ലാത്തിലും മായം. ഈ സാധനങ്ങളൊക്കെ കഴിച്ച് അമിതമായ തടി കൂടുകയും അങ്ങനെ ശരീരത്തിന് വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട്. കുഞ്ഞിന് ഒരുപാട് വെയിറ്റ് കൂടിയതിലൂടെ നടുവേദന വന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. സിസേറിയന് ശേഷം സിസേറിയന്റെ ഇഞ്ചക്ഷന്റെ ഭാഗമായി നടുവേദന വന്നവരുണ്ട്. അങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ വേദന അനുഭവിക്കുന്നവർ. അതുപോലെ തന്നെ നമ്മുടെ പുരുഷന്മാരാണെങ്കിൽ ഫോണിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്ന് കഴുത്തുവേദന വന്നവരുണ്ട്. വെറുതെ നോക്കിയിരുന്ന സമയം കളയുന്നവരെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. ചിലപ്പോൾ ഓഫീസിലായിരിക്കും വർക്ക്, കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ അല്ലെങ്കിൽ മൊബൈലിന്റെ മുമ്പിൽ ഇങ്ങനെ നോക്കിയിരുന്ന് ജോലി ചെയ്യേണ്ടി വരുന്ന ആളുകളൊക്കെ ഉണ്ട്. അവർക്കൊരു റെമഡിയും ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ സ്കിൻ രോഗങ്ങൾ, ശാരീരികമായി നമ്മുടെ ഈ തൊലിപ്പുറത്ത് വരുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്. പലപ്പോഴും നല്ല ഭംഗിയിൽ നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. നാച്ചുറലായ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉപയോഗിക്കുക. അല്ലാതെ അനാവശ്യമായ കുട്ടികളൊക്കെ വാങ്ങി വാരി തേച്ച് ആ സമയത്തുള്ളൊരു തിളക്കം ഉണ്ടാവും അല്ലേ? ടാൻ റിമൂവറും പിന്നെന്താണ് സെറവും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വേറെ പലതും അല്ലേ? അങ്ങനെ എല്ലാം അപ്ലൈ ചെയ്ത് പുറത്തിറങ്ങുമ്പോഴത്തേക്കും ആ സമയത്ത് തിളക്കം ഉണ്ടാവും. പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ വയസ്സാകുന്നതിന് മുൻപ് നമ്മുടെ മുഖമൊക്കെ ഇങ്ങനെ ചുക്കിച്ചുളുങ്ങാൻ തുടങ്ങും. അപ്പം അതിലേറെ നല്ലത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കൊണ്ട് മുഖത്തൊക്കെ ഒന്ന് കഴുകി ഭംഗിയാക്കുക എന്നുള്ളതാണ്. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ സ്കിൻ രോഗങ്ങൾ, സോറിയാസിസ് പോലെ അങ്ങനെ പല രോഗങ്ങളും നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ സുരക്ഷ തരുന്ന ഒരു സൂറത്ത് നമുക്കിന്ന് പഠിക്കാം. ഏതായാലും അല്ലാഹു റബ്ബുൽ ആലമീൻ മാരക രോഗങ്ങളിൽ നിന്ന് നമുക്ക് കാവൽ തരട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ലാ തഖൂമുസ്സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കൂലെന്നേ. അതായത് നിങ്ങളുടെ മുൻഗാമികൾക്ക് കേട്ട് പരിചയമില്ലാത്ത രോഗങ്ങൾ വന്നിട്ടല്ലാതെ, ഇന്നിപ്പോൾ നമ്മുടെ മുൻഗാമികൾ കേട്ട് പരിചയമുള്ള രോഗങ്ങളാണ് ഇപ്പോൾ വന്നതല്ല, അവർക്കൊന്നും ഒരു പരിചയമില്ലാത്ത രോഗങ്ങളാണ്. അല്ലാഹു മാരക രോഗങ്ങളിൽ നിന്ന് അവന്റെ കാരുണ്യം നിമിത്തം നമുക്ക് കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു സൂറത്ത് നമുക്ക് പഠിക്കാം ഇല്ലേ? സൂറത്ത് എന്ന് പറയുമ്പോൾ തന്നെ സൂറത്തൂതിയ രോഗം മാറണം എങ്ങനെ ഉസ്താദേ? പരിശുദ്ധ ഖുർആനിലുണ്ട് മാഹുവ ശിഫ. ഖുർആൻ ശിഫയാണ്. നിങ്ങൾക്കത് മനസ്സിലാകാഞ്ഞിട്ടാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഓതാനുള്ളത് മാത്രമാണെന്നൊന്നും മനസ്സിലാക്കല്ലേ. ഖുർആൻ ഓതാനുള്ളതാണ്, നമുക്ക് നൽവഴി തരാനുള്ളതാണ്, നമുക്ക് ശിഫയാണ്. മാഹുവ ശിഫാഉം വറഹ്മ, ശിഫയുമാണ് കാരുണ്യവുമാണ്. ചിലപ്പോൾ നമ്മൾ ഓതിയിട്ട്
പ്രതിഫലം ലഭിക്കുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഓതേണ്ടതുപോലെ ഓതണം, ഇഖ്ലാസോടുകൂടെ ഓതണം. എല്ലാ ഇംഗ്ലീഷ് മരുന്നും അല്ലെങ്കിൽ എല്ലാ അലോപ്പതി മെഡിസിൻ കഴിച്ചിട്ടും അല്ലെങ്കിൽ എല്ലാ ഹോമിയോ മരുന്നും കഴിച്ചിട്ട് രോഗം മാറുന്നില്ല. ഇവിടെ രോഗം മാറണമെങ്കിൽ ഇനി ശരിയായി ഓതിയാൽ തന്നെയും രോഗം മാറണമെങ്കിൽ ആരുദ്ദേശിക്കണം? അള്ളാഹു ഉദ്ദേശിക്കണം, അല്ലേ? അള്ളാഹുവാണ് ഷാഫി, അള്ളാഹുവാണ് കാഫി. അവനാണ് രോഗം തരുന്നവൻ, അവനാണ് മധ്യായവൻ. അതുപോലെ രോഗം മാറ്റുന്നവനും ആരാണ്? അള്ളാഹു തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് രോഗം മാറാൻ വെച്ചിട്ടുള്ള പല കാരണങ്ങളിൽ ഒന്നാണ് പരിശുദ്ധ ഖുർആൻ. വളരെ പ്രധാനപ്പെട്ട കാരണമാണ്. ആ ഖുർആനിലെ ഒരു മനോഹരമായ സൂറത്ത് ഇമാമിങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 73-ാം അധ്യായം. ഒരു 10-20 ആഴ്ചകൾ, 20ഓളം ആഴ്ചകൾ മാത്രമേ ആ സൂറത്തിലുള്ളൂ. പെട്ടെന്ന് ഓതി തീർക്കാൻ പറ്റും, അല്ലേ? ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഷമിച്ച് കടന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചെഴുന്നേൽപ്പിച്ച് ആശ്വാസവാക്കുകൾ കൊണ്ട് മൂടിയ മനോഹരമായ ഒരു സൂറത്താണിത്, സൂറത്തുൽ മുസമ്മിൽ, അല്ലേ? നമുക്ക് പരിചിതമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു സൂറത്ത്. അപ്പൊ ഈ സൂറത്ത് 5 തരം പ്രയാസങ്ങൾ മാറാനായിട്ട് ഇത് മതി എന്ന് അള്ളാഹുവിന്റെ മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. കോഴ്സ് കറക്റ്റ് ആക്കണം, ഡെയിലി ഓതണം, ഡെയിലി ഒരു തവണയെങ്കിലും ഓതണം. ഇപ്പൊ ആന്റിബയോട്ടിക് കഴിക്കാൻ നേരത്ത് നമ്മൾ 1-2 ദിവസം കഴിഞ്ഞ് 1-2 ദിവസം കഴിച്ചു, അപ്പോഴത്തേക്കും ഒരു ആശ്വാസം കിട്ടിയപ്പോൾ ഇനി കഴിക്കണ്ട, അത് വലിയ പ്രശ്നം ശരീരത്തിന് ഉണ്ടാക്കുക, അല്ലേ? അപ്പം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അനുഭൂതി നമ്മുടെ ലൈഫിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രയാസം ഉണ്ടായപ്പോൾ സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം ആ സങ്കടം നീങ്ങാൻ വേണ്ടി മുത്തുനബിക്ക് ഈ സൂറത്ത് ഇങ്ങനെ ഓതിക്കൊടുക്കുകയാണ്. നമുക്കില്ലേ വേദനകൾ, നമുക്കില്ലേ സങ്കടങ്ങൾ? എന്ത് ചെയ്യണമെന്നറിയോ? ഡെയിലി എല്ലാ ദിവസവും രാവിലെ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, ആ വെള്ളം എടുത്ത് വെച്ചിട്ട് സൂറത്തുൽ മുസമ്മിൽ ഒരു തവണ ഏറ്റവും ചുരുങ്ങിയത് പാരായണം ചെയ്യുക. എന്നിട്ട് ഇഷ്ഫി എന്ന് മന്ത്രിക്കുക. ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മന്ത്രിച്ചിട്ടുണ്ട്. ആയിഷ ബിയുടെ മടിയിൽ കിടന്നിട്ട് എനിക്കൊന്ന് മന്ത്രിച്ചതാന്ന് പറഞ്ഞിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിക്ക് മന്ത്രിച്ചു കൊടുത്തിട്ടുണ്ട്. മന്ത്രത്തിനോടൊന്നും താല്പര്യമില്ലാത്തവർ, അള്ളാഹിന്റെ ദീനിനെ പരിചയമില്ലാത്ത ആളുകളാണ്. അവരെ നമുക്ക് ഇവിടെ മാറ്റിവെക്കാം. നമ്മുടെ മുഅ്മിനീങ്ങളുടെ കാര്യം ചർച്ച ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, ആ വെള്ളത്തിലേക്ക് സൂറത്തുൽ മുസമ്മിൽ ഇഷ്ഫി ഊതിയിട്ട് ഇഷ്ഫി എന്ന് മന്ത്രിക്കുക. ഷൂ എന്നും പറഞ്ഞ് മന്ത്രിക്കരുത്. പണ്ട് കാരണന്മാരെ മന്ത്രിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ട് ഷൂ അല്ല, ഇഷ്ഫി എന്ന് തന്നെ മന്ത്രിക്കണം, കേട്ടോ? എന്നിട്ട് എന്ത് ചെയ്യുക? അത് കുടിക്കുക മാത്രമല്ല, ശരീരം മുഴുവൻ പുരട്ടുക. അങ്ങനെ പുരട്ടി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒറ്റ ദിവസം കൊണ്ട് ഞാൻ പുരട്ടിയിട്ടൊന്നും അറിയില്ല, അങ്ങനെയല്ലോ. അത് പതിയെ ഒരു മാറ്റം, അതിലൊരു ഉറപ്പ്, ഒരു ഇഖ്ലാസോട് കൂടെ തന്നെ നല്ല ഉറച്ച മനസ്സോടുകൂടി ഇതിലേക്കൊക്കെ ഇറങ്ങണം. അപ്പോഴാണ് അതിലൊരു മാറ്റം ആസ്വദിക്കാൻ പറ്റുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രയാസം ഉണ്ടായപ്പോൾ ഈ സൂറത്തിലൂടെ അള്ളാഹ് സമാധാനിപ്പിച്ചെങ്കിൽ നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറാൻ ഈ സൂറത്ത് അള്ളാഹ് നമുക്ക് തന്നില്ലേ? അതിലൂടെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീങ്ങും, ഉറപ്പാണ്. ഇനി രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കടം. എത്ര വലിയ കടം ഉണ്ടെങ്കിലും കടം വീടാൻ അധ്വാനിക്കണം, ഇല്ലേ? നല്ലോണം അധ്വാനിക്കണം. കടമുള്ള മനുഷ്യന്റെ മയ്യത്ത് പോലും ആദ്യകാലത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചിരുന്നില്ല. പിന്നീട് നമുക്ക് ബൈത്തുൽ മാലിലൊക്കെ പൈസ ഉണ്ടായി, ആ പൈസ കൊണ്ട് കടം വീട്ടിയതിന് ശേഷമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യന്റെ മയ്യത്ത് പോലും നിസ്കരിച്ചത്. അപ്പോൾ കടം, അതിന്റെ ഗൗരവം എത്രയാണ് ചിന്തിച്ചു നോക്കിയിട്ട് നിങ്ങൾ? അതിന്റെ ഗൗരവം എത്ര? വെറുതെ കടം വാങ്ങുന്ന ആളുകളൊക്കെ ഉണ്ട്. വലിയ അപകടമാണ്. കടം നമ്മുടെ അമലുകൾ മുഴുവൻ തിന്നുകളയും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. കടങ്ങളൊക്കെ അള്ളാഹു വെട്ടിത്തരട്ടെ. അപ്പൊ കടം ഉണ്ട്, നന്നായി അധ്വാനിക്കുന്നതോടൊപ്പം ഈ സൂറത്ത് പാരായണം ചെയ്യുക. അതുപോലെ രോഗങ്ങളൊക്കെ ഈ സൂറത്ത് കൊണ്ട് മാറിപ്പോകാൻ ഒരു കാരണമാണെന്നാണ്. ഇപ്പോൾ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ വന്ന് പറയുന്നുണ്ട്, ഓ അലിയെ, എൻ്റെ കാലിങ്ങനെ മുറിവ് പറ്റി, ഞാൻ ഒരുപാട് വിശുദ്ധന്മാരെയൊക്കെ കണ്ടു, പക്ഷെ രോഗം മാറണില്ല. അപ്പം എന്ത് ചെയ്യണം? അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സൂറത്തുൽ മുസമ്മിൽ 7 ദിവസം പതിവായി ഓതിയിട്ട് ആ മുറിവിൽ മന്ത്രിക്കാൻ പറയണം. അങ്ങനെ 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ അലിയാരിതങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ അലിയോട് പറയുന്നുണ്ട്, അലി, എൻ്റെ രോഗം മാറിയെന്ന് മാത്രമല്ല, അങ്ങനെ ഒരു മുറിവ് സംഭവിച്ചിട്ടില്ലാത്തതുപോലെ അത് പുറത്തു പോയിന്ന്. ഓതുന്നവരുടെ ഇഖ്ലാസ്, അലി റളിയല്ലാഹുവിന്റെ ഇജാസത്തോടു കൂടെയാണല്ലോ അത് ഓതുന്നതും. അങ്ങനെ ഒരു സംഗതി കൂടെ ഉണ്ടല്ലോ. ഇതൊക്കെ ഇജാസത്തായി തരുന്ന ആളുകളുടെ ഒരു മഹത്വം കൂടെ ഈ സംഗതികൾ ഫലിക്കാൻ കാരണമാകും എന്നുള്ളതാണ്. അത്ര വലിയ അത്ഭുതമാണ് സൂറത്ത് മുസമ്മിൽ. മൂന്നാമത്തേത് കുടുംബ തർക്കങ്ങളൊക്കെ ഉണ്ടല്ലോ. കുടുംബതർക്കം, പഠിച്ചോനെ, കുടുംബതർക്കങ്ങൾ കേട്ട് പേടിയാണ്. ഇപ്പൊ നമ്മുടെ കുടുംബത്തിലും ഇതുപോലെ തർക്കമാവുമെന്നാണ്. കാരണം ഇത് തന്നെ ഇങ്ങനെ കേൾക്കാം. അത്രമാത്രം തർക്കങ്ങളാന്നേ, അത്രമാത്രം തർക്കങ്ങളാ. പ്രത്യേകിച്ച് ചില പെൺകുട്ടികളായ സൈക്കോളജിസ്റ്റുകൾ എന്നോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഓ എൻ്റെ പൊന്നു സാറേ, ഞങ്ങൾക്ക് സൈക്കോളജിസ്റ്റ് ആകണം എന്നുള്ളത് ഭയങ്കര കൊതിയായിരുന്നു, ഇപ്പം മതിയായി. കാരണം എന്താ,
ഡെയിലി കേൾക്കുന്നത് കുടുംബ പ്രശ്നം, ഡിവോഴ്സ്, മറ്റത് മറിച്ച്. ഇത് കേട്ട് 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 ഏതൊരു വിഷയം എൻ്റെ ഭർത്താവിൽ നിന്നൊരു ചെറിയ സംഗതി ഉണ്ടായാലും മറ്റയാൾ പറഞ്ഞതായിരിക്കുമോ എന്ന് ചിന്തിച്ചിട്ട് എൻ്റെ ജീവിതം തന്നെ തകരാറായിരുന്നുണ്ട്. അപ്പോൾ വലിയൊരു പ്രശ്നം തന്നെയാണത്. മെൻ്റൽ ഹെൽത്ത് ഭയങ്കരമായിട്ട് വേണം. അതായത് കുടുംബ പ്രശ്നം അത് പരിഹരിക്കാനുള്ള മാർഗം അവൻ ചെയ്യട്ടെ, അല്ലെങ്കിൽ അവർ വരട്ടെ, അവർ മിണ്ടട്ടെ എന്നൊന്നുമല്ല. നമ്മളിറങ്ങിക്കഴിഞ്ഞാൽ മുത്തുനബി നമുക്ക് ഓഫർ ചെയ്യുന്ന 2 കാര്യങ്ങളാണ്: ദീർഘായുസ്സും സമ്പത്തും. അള്ളാന്റെ പൊരുത്താണ് കേട്ടോ നമ്മുടെ ലക്ഷ്യമാകേണ്ടത്. പക്ഷെ അങ്ങനെ അള്ളാന്റെ ലക്ഷ്യത്തിൽ കുടുംബബന്ധം ചേർത്താൽ നമുക്ക് മുത്തുനബി ഓഫർ ചെയ്യണത് ദീർഘായുസ് ലഭിക്കും, സമ്പത്തിൽ വർധനവ് ലഭിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ കുടുംബബന്ധം റെഡിയാകാനായിട്ട് ഡെയിലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം സൂറത്ത് മുസമ്മിൽ നമ്മുടെ വീട്ടിൽ ഡെയിലി ഒരു തവണയെങ്കിലും രാവിലെ സുബഹി കഴിഞ്ഞിട്ട് എപ്പോഴാണ് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് പതിവാക്കുക എന്നുള്ളതാണ്. 4-മത്തേത്, നമ്മുടെ മരണപ്പെട്ട ആളുകളുണ്ടല്ലോ, നമ്മുടെ വാപ്പ ഉമ്മ പല ആളുകളൊന്ന് ഖബറിലാണ്. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അപ്പോൾ അവരുടെ ഖബറിലേക്ക് പരമാവധി നന്മകൾ ഹദിയ ചെയ്യുക. നമ്മൾ യാസീനും വാഖിഅയും നമ്മൾ ഓതുന്ന സൂറത്തുകളൊക്കെ ഹദിയ ചെയ്യുക. അക്കൂട്ടത്തിൽ സൂറത്ത് മുസമ്മിൽ ഹദിയ ചെയ്താൽ അവരുടെ ഖബറിൽ ഭയങ്കര സന്തോഷം ഉണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സൂറത്തുൽ മുസമ്മിൽ ഓതിയിട്ട് പടച്ചോനെ ഇതിൻ്റെ മിസ്ൽ സവാബൻ്റെ ഉമ്മാടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അള്ളാഹെന്നും കൂടെ ഒന്ന് ഹദിയ ചെയ്ത് ദുആ ചെയ്താൽ അടിപൊളി. അവരിങ്ങനെ സന്തോഷിക്കും. നമ്മളിങ്ങനെ ചെയ്താലാണ് കമാ തദീനു തുദാൻ. നമുക്കൊരു ദിവസം മരണം വരൂലേ, നമ്മൾ മരിക്കും. അപ്പം നമ്മൾ മരിക്കണ സമയത്ത് നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യുന്നവരാകണം എന്ന് പഠിപ്പിക്കുകയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് 4-മത്തേത്. 5-മത്തേത്, നമുക്ക് ഭയങ്കര മടിയന്മാരാ. ഇബാദത്തിന് മടി, നിസ്കരിക്കാൻ ഭയങ്കര മടിയാണ്. അത് മുനാഫിക്കിൻ്റെ അടയാളം കേട്ടോ, മാറ്റിക്കളയണം. ആ മടി മാറാൻ, അല്ലെങ്കിൽ പഠനത്തിൽ മടിയാണ്. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ അപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായിട്ടുണ്ട്, മടിയന്മാരാണ്. ഇനിയിപ്പോൾ കളിയൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയായിരിക്കും. സൂറത്ത് മുസമ്മിൽ ഓതിയാൽ മതി. ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ ഓതിയിട്ടൊക്കെ ഒന്ന് മന്ത്രിച്ചു കൊടുക്കുക. സൂറത്തുൽ മുസമ്മിൽ, എൻ്റെ പൊന്നുസ്താദെ മുസമ്മിൽ ഓതാനും മടിയാണ്, 2 അടിയുടെ കുറവാണ്. അപ്പോൾ മുസമ്മിൽ പതിവാക്കിയാൽ മടി മാറും, ലൈഫ് അടിപൊളിയാകും. അപ്പോൾ ഈ സൂറത്ത് മുസമ്മിൽ കൊണ്ട് നമ്മുടെ ജീവിതം അടിപൊളിയാകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരിക്കൽ കൂടെ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇന്നത്തെ ചോദ്യം, ഖുർആനിലെ ഏറ്റവും നല്ല കഥ എന്നറിയപ്പെട്ടത് ഏത് പ്രവാചകന്റെ കഥയാണ്? അത് കമന്റ് ചെയ്യുക. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുറാഹിമായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം നീ ദൂരീകരിക്കണേ അല്ലാഹ്. അർഹമുറാഹിമായ റബ്ബേ, ഈ സദസ്സിൽ ഞങ്ങൾ പഠിച്ചതുപോലെ സൂറത്തുൽ മുസമ്മിൽ പതിവാക്കാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് മുറാദുകളുണ്ട്, നീ സാധിപ്പിച്ചു തരണേ അല്ലാഹ്. മനസ്സമാധാനം തരണേ അല്ലാഹ്. അസുഖബാധിതർക്ക് സൗഖ്യം നൽകണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ പൊന്നുമക്കളെ നന്നാക്കണേ അല്ലാഹ്. അപസ്മാരം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, നീ ശിഫ നൽകണേ തമ്പുരാനെ. ശ്വാസം മുട്ടുകൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ശിഫ നൽകണേ അല്ലാഹ്. അങ്ങനെ തുടങ്ങി എന്തെല്ലാം രോഗങ്ങൾ ഞങ്ങളെ പ്രയാസപ്പെടുത്തുന്നുണ്ടോ, ഈ സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട് നീ പരിപൂർണ്ണ സൗഖ്യം തരണേ അല്ലാഹ്. യാ റബ്ബന, ഞങ്ങളുടെ ഹംദ് പറച്ചിൽ യാ റബ്ബന മരിക്കുവോളം മരണവേളയിലും അൽഹംദുലില്ലയിലായി മരിക്കാനും അതിലായി ജീവിക്കാനും നാളെ പരലോകത്തും അൽഹംദുലില്ലയിലായി സന്തോഷിക്കാനും നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. കടബാധ്യതകൾ ഏറ്റെടുക്കണേ അല്ലാഹ്. കടക്കാരനായി മരിപ്പിക്കല്ലേ അല്ലാഹ്. ജോലിയിൽ തൊഴിലിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. പ്രവാസികൾക്ക് ഖൈർ നൽകണേ അല്ലാഹ്. റഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ, നീയല്ലാതൊരു അത്താണിയില്ല അല്ലാഹ്. പടച്ചോനെ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, വിവാഹപ്രായമെത്തിയവർക്ക് ഖൈറായ സ്വാലിഹീങ്ങളായ ഇണകളെ നീ നൽകണേ തമ്പുരാനെ. റഹമുറാഹിമായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല, ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ ജന്നാത്തുൻ നഈമിൽ നിന്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അല്ലാഹ്. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.